ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു വിശപ്പും വിരുന്നും. അപ്പോൾ ഇന്ന് എളുപ്പത്തിലുള്ള ഒരു പുളിക്കറി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അത് തമിഴ്നാട് സ്റ്റൈലാണ്. എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിക്കണം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാകട്ടെ. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിൽ കടുകോ അങ്ങനത്തെ സാധനങ്ങളൊന്നും വേണ്ട. കുറച്ച് ഉലുവ, ഓക്കെ, ഉലുവ നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവ ഒന്ന് ചുവന്ന് വരുമ്പോഴത്തേക്കും ഞങ്ങളിതിപ്പോൾ ഒരു 3 പേർക്കുള്ള കറി, 3 നേരത്തേക്കുള്ള, അതായത് കുറച്ച് കഴിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടല്ലോ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കൂടി, ഇത്രയും മതി. ഇതിൽ വേറെ പൊടികളും ഒന്നുമില്ല, എളുപ്പമാണ്, പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ മല്ലിപ്പൊടി ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് ആവശ്യത്തിന് മുളക് പൊടി ഞാൻ കുറച്ചാണ് ചേർക്കുന്നത്. ഞങ്ങളുടെ മുളക് പൊടി നല്ല എരിവ. കാശ്മീരി ചില്ലി ആണെങ്കിൽ ഇച്ചിരിയും കൂടി ചേർക്കാം കേട്ടോ. നമുക്ക് ഇത്രയും മതി, നല്ല എരിവുള്ള കറിയാണ്. ഇതും കൂടി ഒന്ന് ചൂടായി വരുമ്പോൾ ഞാനിവിടെ വാളംപുളി ഞാനിവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. വാളംപുളി വെള്ളത്തിലാക്കി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വാളംപുളി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. സിമ്പിളാണ് കേട്ടോ ഈ കറി, വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കും. ആവശ്യത്തിന് ഉപ്പ്, കുറച്ചും കൂടി വാളംപുളി എന്നിട്ട് എന്നാൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് എന്നിട്ട് ഒഴിച്ചു കൊടുക്കാം. വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്, ഞാനിവിടെ 3 വെണ്ടയ്ക്ക, അത് ഇത്രയും നീളത്തിൽ, കുഞ്ഞു വെണ്ടയ്ക്കാണെങ്കിൽ ഞാൻ മുഴുവനായിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇച്ചിരി വലിയ വെണ്ടയ്ക്കാണെങ്കിൽ 2ആയിട്ട് അരിഞ്ഞിട്ടുണ്ട്. 2 തക്കാളി, കുഞ്ഞു തക്കാളി, വഴുതന, ഇതെല്ലാം ഇച്ചിരി വലിയ പീസുകളായിട്ട് കേട്ടോ. ഇത് അരിഞ്ഞ് നമ്മൾ ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. അരിഞ്ഞിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ, നന്നായിട്ടൊന്ന് തിളയ്ക്കണം. 3/4 ഭാഗം ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സിമ്മിൽ വെച്ച് കൊടുക്കണം കേട്ടോ. എന്തായാലും ഇവിടെ ഇരുന്ന് തിളക്കിയിട്ട് ഞാൻ മൂടി വയ്ക്കാം. സോ ഗൈസ്, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതാ നല്ല അടിപൊളിയായിട്ട് തിക്കിയായിട്ട്, ഉപ്പൊക്കെ കറക്റ്റാവും എന്നാണ് എൻ്റെ വിശ്വാസം. നല്ല രുചിയുള്ള തമിഴ്നാട് സ്റ്റൈൽ പുളിക്കറി. അപ്പോൾ ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിലേ ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള സാധനങ്ങൾ മാറ്റി ചേർക്കാം കേട്ടോ. വെജിറ്റബിൾസ്, ഉരുളക്കിഴങ്ങ് ചേർക്കാം, പിന്നെ വാഴയ്ക്ക വേണമെങ്കിൽ അത് ചേർക്കാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കതിൽ മാറ്റി ചേർക്കാം. എന്തായാലും ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം മസ്റ്റ് ട്രൈ. ഓക്കെ.